അസ്സലാമലൈക്കും. ആരും പേടിക്കണ്ട, ഇത് പാതിരക്കള്ളനൊന്നുമല്ല, ഇത് ഞാൻ തന്നെയാണ്. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് നമ്മുടെ അയൽവാസീൻ്റെ കൂടെ ഒന്ന് തടി ഇറക്കാൻ പോകാമെന്ന് വിചാരിച്ചത്. വേറൊന്നുമല്ല, വീട്ടിലൊരു പണിയില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ഇതിനൊക്കെ പോകാൻ ഭയങ്കര രസമാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ എല്ലായിടത്തും മഴയുണ്ട്, ഈ റോഡൊക്കെ നല്ല ചോക്ലേറ്റ് പോലെ ക്രഞ്ച് ആൻഡ് യമ്മി ആയിട്ട് കിടക്കാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാല് പെട്ടുപോയാൽ പിന്നെ കുഴിച്ച് മാന്തി എടുക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങാണ്. അപ്പം ഞാൻ ധൈര്യമായിട്ട് നമ്മുടെ വണ്ടി എടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ കാര്യം കേട്ട് ആരും പേടിക്കാനൊന്നും നിൽക്കണ്ട, കാരണം ഞാനിത് ഓടിക്കാൻ നിന്നാൽ ഊഞ്ഞാൽ അടിപൊളിയിരിക്കും, ആ സ്റ്റിയറിങ്ങിൽ കിടന്ന് കറങ്ങേണ്ടി വരും ഞാൻ. അങ്ങനെ നമ്മൾ ധൈര്യമായിട്ട് പെട്രോളൊക്കെ അടിച്ച് നമ്മൾ യാത്ര തുടങ്ങാൻ പോകണം. യാത്ര വേറെ അങ്ങോട്ടല്ല, നമ്മൾ നേരെ പെരുമ്പാവൂരിലോട്ടാണ്. എനിക്ക് വേറെ പണിയൊന്നുമില്ല, എനിക്കിവിടെ ലക്ഷറി ലൈഫാണ്. ഇവിടെ വിശാലമായിട്ട് കിടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം എനിക്ക് അവിടെ നിന്ന് വെറുതെ കിടന്നാൽ മാത്രം മതി. പകല് ഫുള്ളും മഴ ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ രാത്രി ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ അങ്ങ് ഉപേക്ഷിക്കാൻ നിന്നില്ല. വേറൊന്നും സീനില്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ എന്തോ കൊക്കയിലോട്ട് ചാടുന്ന പോലാണ്, നല്ല പാടാണ്. കുറെ കഴിഞ്ഞപ്പോഴാണ് വണ്ടിക്ക് ഒരു കിച്ച്. നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു. വേറൊന്നുമില്ല, വണ്ടിക്ക് ബ്രേക്ക് കുറവാണ് അത്ര. അങ്ങനെ നമ്മൾ അത് റെഡിയാക്കാൻ വേണ്ടി ഇവിടെ വണ്ടി നിർത്തിയിട്ടേക്കാണ്. എൻ്റെ പതിരിങ്ങളെ, ഇദ്ദേഹമാണ് നമ്മുടെ വണ്ടിയിലെ മെയിൻ ആള്. നമ്മുടെ വണ്ടിയിലെ എല്ലാ കാര്യങ്ങളും നോക്കിയെടുത്തുന്നത് ഇദ്ദേഹമാണ്. അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ കിച്ചെല്ലാം മാറ്റി വണ്ടി അങ്ങ് എടുത്തു. മഴ പെയ്യുന്നില്ല എന്നെ തിരുനാവ് കൊണ്ട് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി മഴ പെയ്യുന്നു. ഇപ്പോൾ ഹലാലായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതേ നമ്മൾ തട്ടുകടയൊക്കെ ഒരു ഫുഡ് കഴിച്ച്. അങ്ങനെ ഞാനൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നമ്മൾ തടി ഇറക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു സംശയമായിരുന്നു, നമ്മൾ ഇവിടെ കൊണ്ട് ഈ തടി ഇറക്കിയിട്ട് എന്താ ഇവർ ചെയ്യുന്നതെന്ന്. വേറൊന്നുമല്ല, ഇവരെന്തൊക്കെയോ ആക്കിയിട്ട് ലാസ്റ്റ് അത് എത്തുന്നത് ഒരു പ്ലൈവുഡ് ആയിട്ടാണ്. അത് മാത്രം എനിക്കറിയാം. ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു കലിപ്പമ്പായി എന്നെ നോക്കി പേടിപ്പിക്കുന്നു. ഞാനാണെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ചിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ അദ്ദേഹം ചിരിച്ചില്ല. നമുക്ക് പിന്നെ പണിയില്ലാത്തതുകൊണ്ട് നോ പണി നോ മണി എന്നാണല്ലോ. ഞാൻ നോക്കുമ്പോൾ ഇവിടെ കുറെ സ്വിച്ച്, ഏതെങ്കിലും ഒരെണ്ണത്തെ പിടിച്ച് നെക്കി നോക്കിയാലോ എന്ന് നോക്കി.